ശബരിമല തീർത്ഥാടനമടുക്കെ എരുമേലിയിൽ വൻ പ്രതിസന്ധി. തയ്യാറെടുപ്പുകൾ പാളിയതിനെ തുടർന്ന് 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. തീർത്ഥാടകരെ കാത്തിരിക്കുന്നത് വൻ ദുരിതമാണ്. വില ഏകീകരണം കർശനമാക്കുന്നതിനാൽ ലേലമെടുക്കാതെ കരാറുകാർ. മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നാളെ മുതൽ അയ്യപ്പന്മാർ ഇടത്താവളമായ എരുമേലിയിലേക്ക് എത്തിത്തുടങ്ങും. പക്ഷേ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വൻ ദുരിതമാണ്. തയ്യാറെടുപ്പുകൾ പാടെ പാളി. ഏറ്റവും അടിസ്ഥാനമായ എരുമേലിയിലെ ശൗചാലയങ്ങൾ ഒരുങ്ങിയിട്ടില്ല. എരുമേലിയിൽ 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. 3 തവണ ഓൺലൈനിലൂടെയും 2 തവണ നേരിട്ടുമാണ് ലേലം നടന്നത്. ഈ 5 തവണയും ലേലമെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല. വില ഏകീകരണം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചതാണ് കാരണം. എരുമേലിയിൽ ശൗചാലയങ്ങളിൽ തോന്നുംപടിയായിരുന്നു വില. ഇക്കാലം അത്രയും അയ്യപ്പന്മാരെ കൊള്ളയടിക്കുകയായിരുന്നു. ഇത്തവണ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവും നിലപാടും ശക്തമാക്കുകയും കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടും കൂടി പിടിച്ചുപറി നടക്കില്ലെന്നുറപ്പായി. മാത്രമല്ല, ലേലം പരമാവധി വൈകിപ്പിച്ച് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്താനുമാണ് കരാറുകാരുടെ നീക്കം. നാളെയാണ് അടുത്ത ലേലം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോഴും ലേലം പോയിട്ടില്ലെങ്കിൽ സർക്കാരോ ദേവസ്വം ബോർഡോ ശൗചാലയങ്ങൾ നേരിട്ട് നടത്തേണ്ടി വരും. കരാറെടുക്കുന്നവരാണ് പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം നടപ്പാക്കേണ്ടിയും വരും. ഇത് എരുമേലിയെ ദുരിതമയമാക്കുമെന്ന് ഉറപ്പ്. കാലാകാലങ്ങളായി അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ കുടപിടിച്ച അധികൃതർ തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ചുരുക്കത്തിൽ മല കയറും മുമ്പേ ഇത്തവണ അയ്യപ്പന്മാർ ദുരിതക്കയം കൂടി താണ്ടണം. മിഥുനയ്യപ്പൻ, ജനം, എരുമേലി.